എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് സപ്തമോധ്യായ, 7-ാം അധ്യായം. ഭഗവത് അവതാരങ്ങളുടെ സംക്ഷിപ്ത വർണ്ണനമാണ് ഈ അധ്യായത്തിൽ. ബ്രഹ്മാവ് പറഞ്ഞു, പണ്ട് ഭഗവാൻ സാഗരത്തിൽ താഴ്ന്നുപോയ ഭൂമിയെ പൂർണ്ണ യജ്ഞസ്വരൂപനായ വരാഹാവതാരം സ്വീകരിച്ചവനായി ഉയർത്തിക്കൊണ്ടുവന്നു. ആ സമയത്ത് അദ്ദേഹം ഇന്ദ്രൻ പർവ്വതങ്ങളെ എന്ന പോലെ ഹിരണ്യാക്ഷനെ തൻ്റെ ദംഷ്ട്ര കൊണ്ട് പിളർന്നു. അതിനുശേഷം അദ്ദേഹം രുചി പ്രജാപതിയുടെ ഭാര്യയായ ആഹൂതിയിൽ സുയജ്ഞൻ എന്ന നാമധേയത്തിൽ അവതരിച്ചു. യജ്ഞന് ദക്ഷിണ എന്ന പത്നിയിൽ സുയന്മാർ എന്ന ദേവന്മാർ ജനിച്ചു. ഇപ്രകാരം അവതരിച്ച് ത്രിലോകങ്ങളുടെയും ദുഃഖം നശിപ്പിക്കുന്ന ഭഗവാനെ സ്വയംഭൂവമനു ഹരി എന്ന സംജ്ഞ നൽകി സ്തുതിച്ചു. അതിനുശേഷം ഭഗവാൻ കർദമ പ്രജാപതിയുടെ പുത്രനായി ദേവഹൂതിയിൽ കപിലനായി അവതരിച്ചു. അദ്ദേഹത്തിന് 9 സഹോദരിമാരുണ്ടായി. കപിലമുനി സ്വമാതാവിന് സാഖ്യ തത്വത്തെ ഉപദേശിച്ച് സകല പാപങ്ങളെയും നശിപ്പിക്കുകയും കൈവല്യം പ്രാപിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പുത്രകാമിയായ അത്രിയുടെ പുത്രനായി ഇതാ ഞാൻ ദത്തനായി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ചു. അതുകൊണ്ട് അദ്ദേഹം ദത്താത്രേയൻ എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായി. അദ്ദേഹത്തിൻ്റെ പാദ പങ്കജ രേണുക്കളേറ്റ് പരിശുദ്ധരായി തീർന്ന കാർത്തവീര്യനും യദുവും യഥാക്രമം ഇഹ പരലോക സംബന്ധികളായ യോഗസിദ്ധികൾ കൈവരിച്ചു. നാനാവിധ സൃഷ്ടി നടത്തുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ സനത്തായ, അതായത് നിത്യമായ തപസ് അനുഷ്ഠിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം സന ശബ്ദം 4 വിധത്തിൽ വരുന്ന സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ, അങ്ങനെയുള്ള 4 അവതാരങ്ങളെ സ്വീകരിച്ച് പൂർവ്വകൽപ്പത്തിൽ ഉണ്ടായിരുന്നതും എന്നാൽ പ്രളയത്തിൽ നഷ്ടപ്പെട്ടതുമായ ജ്ഞാനതത്വത്തെ ഉദ്ധരിച്ചു. അതിനുശേഷം ഭഗവാൻ ദക്ഷപ്രജാപതിയുടെ പുത്രിയും ധർമ്മദേവന്റെ പത്നിയുമായ മൂർത്തിയിൽ തപോബലത്തോടുകൂടിയ നരനാരായണന്മാരായി അവതരിച്ചു. അവരുടെ തപസ്സിന് വിഘാതം വരുത്തുവാൻ കാമദേവൻ അപ്സരസ്സുകളെ അയച്ചപ്പോൾ നരനാരായണന്മാർ ഉർവശി എന്ന ത്രൈലോക്യ സുന്ദരിയെ സൃഷ്ടിച്ച് അവരെ അത്ഭുതപ്പെടുത്തി. മഹാതപസ്വികളായ അവർക്ക് വിഘാതം വരുത്തുവാൻ അപ്സരസ്സുകൾക്ക് ആയില്ല. ശ്രീരുദ്രൻ മുതലായവർ രോഷദൃഷ്ടി കൊണ്ട് കാമദേവനെ ദഹിപ്പിക്കാറുണ്ട്. എന്നാൽ സ്വയം ദഹിപ്പിക്കുന്നതും അസഹ്യവുമായ കോപത്തെ ജയിക്കുവാൻ അവർക്ക് ആയിട്ടില്ല. അങ്ങനെയുള്ള ഈ കോപം പോലും പ്രവേശിക്കാൻ ഭയപ്പെടുന്ന ഭഗവാനിൽ കാമത്തിന് എന്തു ചെയ്യുവാനാണ് കഴിയുക? ചിറ്റമ്മയായ സുരുചിയുടെ വാക്ശരങ്ങളേറ്റ് വൃണതഹൃദയനായ ധ്രുവൻ വനത്തിൽ പോയി ഭഗവാനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി. സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന് അത്യുത്കൃഷ്ടമായ ധ്രുവപദം പ്രദാനം ചെയ്തു. ധ്രുവപദത്തിൻ്റെ അധോഭാഗത്തിരുന്ന് സപ്തർഷികളും ഉപരിഭാഗത്തിരുന്ന് ഭൃഗു മുതലായ മുനികളും അദ്ദേഹത്തെ സ്തുതിക്കുന്നു. അധർമ്മിയായ വേനൻ ദ്വിജന്മാരുടെ ശാപം നിമിത്തം ഐശ്വര്യാദികൾ നഷ്ടപ്പെട്ട് നഗരത്തിൽ പതിക്കുവാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ പൃഥുവായി അവതരിച്ചു. മഹാനായ പൃഥു വേനനെ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുകയും ഭൂമിയെ പശുവാക്കി നഷ്ടപ്പെട്ട ഐശ്വര്യാദികളെ കറന്നെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ നാഭി എന്ന രാജാവിൻ്റെ പത്നിയായ സുദേവിയിൽ ഋഷഭൻ എന്ന നാമധേയത്തിൽ അവതരിച്ചു. സാധാരണ ജനങ്ങൾക്ക് ജഡനെ പോലെ തോന്നിച്ചവനായിരുന്നുവെങ്കിലും അദ്ദേഹം സമദൃഷ്ടിയോടുകൂടിയവനും സ്വസ്ഥനും പ്രശാന്തമായ അന്ധക്കരണത്തോടുകൂടിയവനും ആയിരുന്നു. അദ്ദേഹം അനുഷ്ഠിച്ച യോഗചര്യയെ ഋഷിമാർ പരമഹംസന്മാർക്ക് അനുയോജ്യമായ അവസ്ഥയായി കണക്കാക്കി. പിന്നീട് ഭഗവാൻ വേദസ്വരൂപനും യജ്ഞമയനും സർവദേവതാമയനും യജ്ഞപുരുഷനും സ്വർണ്ണവർണ്ണത്തോടുകൂടിയവനുമായ ഹയഗ്രീവമൂർത്തിയായി എൻ്റെ യാഗശാലയിൽ നിന്ന് അവതരിച്ചു. അദ്ദേഹത്തിൻ്റെ നാസികയിൽ കൂടി ശ്വസന സമയത്ത് പ്രഥമ വേദാംഗമായ ശിക്ഷാശാസ്ത്രം ആവിർഭവിച്ചു. അനന്തരം ഭഗവാൻ യുഗാന്ത സമയത്ത് മനുവിനു വേണ്ടി മത്സ്യമൂർത്തിയായി അവതരിച്ച് ഭൂമിക്കും സകല ജീവജാലങ്ങൾക്കും അഭയം നൽകുകയും എൻ്റെ മുഖത്തു നിന്നും പ്രളയജലത്തിൽ ആഴ്ന്നുപോയ വേദങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ പാലാഴി മഥന സമയത്ത് സാഗരത്തിൽ ആഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ തൻ്റെ പൃഷ്ഠഭാഗം കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന കൂർമ്മമൂർത്തിയായി അവതരിച്ചു.
പിന്നീട് അദ്ദേഹം സ്വർലോകവാസികളുടെ മഹാഭയം തീർക്കുന്നതിനായി നരസിംഹാവതാരം സ്വീകരിച്ച് ഹിരണ്യകശിപുവിനെ തൻ്റെ തുടയിൽ വെച്ച് നഖങ്ങൾ കൊണ്ട് ഹൃദയം പിളർന്ന് നിഗ്രഹിച്ചു. മുതലയാൽ വിഴുങ്ങപ്പെട്ട് കഴിയുന്ന ഗജേന്ദ്രൻ ആർത്തനായി തുമ്പിക്കൈയിൽ ഒരു താമരപ്പൂവെടുത്ത് ഭഗവാനെ സ്തുതിച്ചു. അതിൽ സന്തുഷ്ടനായ ശ്രീഹരി തൻ്റെ ചക്രായുധം അയച്ച് നക്രവദനം പിളർന്ന് ഗജേന്ദ്രനെ രക്ഷിച്ചു. അതിഥി പുത്രന്മാർക്കിടയിൽ വെച്ച് ഇളയവനാണെങ്കിലും ഗുണങ്ങൾ കൊണ്ട് അവരെക്കാളൊക്കെ ഉപരിയായി വർത്തിക്കുന്നവനും യജ്ഞപതിയുമായ വാമനമൂർത്തിയായി അവതരിച്ച് ഭഗവാൻ മഹാബലിയിൽ നിന്നും 3 അടി മണ്ണെന്ന വ്യാജേന ത്രിലോകങ്ങളും അളന്നെടുത്തു. ഭഗവാൻ യാചന എന്ന മാർഗം അവലംബിച്ച് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരെ കീഴടക്കുവാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാലാണ്. അതുകൊണ്ട് ബലിക്ക് ദേവാധിപത്യത്തെക്കാൾ മഹത്തായ ഭഗവത് പാദതീർത്ഥം ശിരസിൽ ധരിക്കാൻ ഭാഗ്യം ലഭിച്ചുവല്ലോ. ദേവാധിപത്യം ലഭിക്കുക എന്നത് പുരുഷാർത്ഥമായി അദ്ദേഹം കണക്കാക്കിയില്ല. ഭഗവാന് 3ാമത്തെ അടി വയ്ക്കുവാൻ ബലി സ്വശിരസ്സു തന്നെ അർപ്പിച്ചുവല്ലോ. അല്ലയോ നാരദ, ഭവാന്റെയും സനകാദികളുടെയും ഒക്കെ വർദ്ധിച്ച ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ ഹംസാവതാരത്തെ സ്വീകരിച്ച് ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതും ജ്ഞാനമയവുമായ ഭാഗവത തത്വം ഉപദേശിച്ചുവല്ലോ. ഭഗവാൻ വാസുദേവനെ പരമാശ്രയമായി കണക്കാക്കുന്നവർക്ക് ഭാഗവത തത്വം സുഗമമായി ഗ്രഹിക്കാൻ കഴിയും. മനുവംശപാലകനായ ഭഗവാൻ ഓരോ മന്വന്തരത്തിലും ദശദിക്കിലും വ്യാപിക്കുന്ന തേജസ്സോടുകൂടിയ ചക്രായുധം കൊണ്ട് മനുക്കളെ സംരക്ഷിക്കുന്നു. ആ ഭഗവാൻ ദുഷ്ടരാജാക്കന്മാരെ നിഗ്രഹിച്ച് സ്വയശസ്സിനെ ത്രിലോകങ്ങൾക്കുപരിയായ സത്യലോകത്ത് പോലും വ്യാപിപ്പിക്കുന്നു. സ്വാത്മകീർത്തിയോടുകൂടിയ ഭഗവാൻ ധന്വന്തരീമൂർത്തിയായി അവതരിച്ച് മഹാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ജനസമൂഹത്തിന് ഭഗവൻ നാമ സങ്കീർത്തനമാകുന്ന ഉത്തമ ഔഷധത്തെ കൽപ്പിച്ച് രക്ഷ നൽകുന്നു. അമൃതായുസ് നൽകുന്ന ഭഗവാൻ അസുരന്മാർ കവർന്നെടുത്ത യജ്ഞഭാഗത്തെ വീണ്ടെടുക്കുകയും ആയുർവേദശാസ്ത്രത്തെ അനുശാസിക്കുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ബ്രാഹ്മണദ്രോഹികളും നാശത്തിനും നരകത്തിനും കാരണമായ കർമ്മഗതിയോടുകൂടിയവരും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടവരുമായ ക്ഷത്രിയ വംശത്തെ 21 തവണ കൊന്നൊടുക്കിയ പരശുരാമനായി അവതരിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ഭഗവാൻ ഇക്ഷ്വാകു വംശത്തിൽ സ്വകലയായ ഭരതാദികളോടുകൂടി അവതരിച്ച് പിതൃവാക്യ പാലനാർത്ഥം സീതയോടും ലക്ഷ്മണനോടും കൂടി വനത്തിലേക്ക് പോയി. ഭഗവാനോട് ശത്രുത പുലർത്തിയ രാവണൻ മൃത്യുയെ പ്രാപിക്കുകയുണ്ടായി. ഘോര മത്സ്യാദികൾ നിറഞ്ഞ സമുദ്രത്തിൻ്റെ അധിപനായ വരുണൻ പോലും ശത്രുനഗരം നശിപ്പിക്കുന്നതിനായി കോപിച്ചു നിൽക്കുന്ന ഭഗവാനെ ഭയന്ന് ലങ്കയിൽ പ്രവേശിക്കുന്നതിനുള്ള മാർഗത്തെ നൽകി. സ്വമാർഡത്തിൽ സ്പർശിക്കയാൽ ചിതറിപ്പോയ ഐരാവതത്തിൻ്റെ കൊമ്പുകൊണ്ട് ദിക്കുകളെ വെളുപ്പിച്ചവനും അഹങ്കാരത്തോടുകൂടി സൈന്യമധ്യേ സഞ്ചരിക്കുന്നവനും പരദാരത്തെ അപഹരിക്കുന്നവനുമായ രാവണന്റെ അട്ടഹാസത്തെ ശ്രീരാമചന്ദ്രൻ വില്ലിൻ്റെ ചെറുഞാണലി കൊണ്ട് നശിപ്പിക്കും. നിഗൂഢ മാർഗത്തോടുകൂടിയ ഭഗവാൻ അസുരാംശജാതരായ നൃപന്മാരുടെ സൈന്യത്താൽ പീഡിതയായ ഭൂമിദേവിയുടെ ക്ലേശം ശമിപ്പിക്കുന്നതിനായി കൃഷ്ണവർണ്ണത്തോടുകൂടിയ ശ്രീകൃഷ്ണനായി സ്വാംശമായ ബലരാമനോടുകൂടി അവതരിച്ച് സ്വമാഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്ന നാനാവിധ കർമ്മങ്ങളെ ചെയ്തരുളുന്നു. കൃഷ്ണൻ അവതാരപുരുഷനല്ലായിരുന്നുവെങ്കിൽ കേവലം 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ പൂതനയെയും അതിനുശേഷം ശകടാസുരനെയും നിഗ്രഹിക്കുകയും മുട്ടൂത്തിയിഴയുന്ന കാലത്ത് മരുതുവൃക്ഷങ്ങൾ കടപുഴക്കി എറിയുന്നതും സംഭവ്യമാകിയില്ല. കാളിയനെ കൊണ്ട് വിഷം കലർന്ന കാളിന്തി ജലപാനം കൊണ്ട് മൃതരായി തീർന്ന അമ്പാടിയിലെ പശുക്കളെയും ഗോപാലകന്മാരെയും കൃപാകടാക്ഷം കൊണ്ട് ജീവിപ്പിക്കുന്നതിനും കാളിയനെ നാടുകടത്തുന്നതിനും ഭഗവാനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ഗോകുലവാസികൾ സ്വവസതിയിൽ നിദ്ര കൊള്ളുമ്പോൾ നാലുപാടും കാട്ടുതീ പടർന്നു ഉയരുകയും കൃഷ്ണൻ അതിനെ വിഴുങ്ങി അവരെ സംരക്ഷിക്കുകയും ചെയ്തു. ഇപ്രകാരമിരിക്കുന്ന കൃഷ്ണന്റെ കർമ്മം തികച്ചും ദിവ്യം തന്നെയാണ്. യശോദാദേവി കൃഷ്ണനെ ബന്ധിക്കുവാൻ കയറെടുത്തപ്പോൾ അതിന് എത്രയായിട്ടും നീളം തികയുകയുണ്ടായില്ല. കൂട്ടുവായിട്ട് സ്വമാതാവിന് വദനത്തിനകത്ത് സകല ലോകങ്ങളെയും കാണിച്ചു കൊടുക്കുവാൻ ഭഗവാനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഭഗവാൻ
വരുണപാശത്തിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് നന്ദഗോപരെയും മയസൂതനായ വ്യോമാസുരനാൽ ഗുഹകളിൽ അടയ്ക്കപ്പെട്ട ഗോപന്മാരെയും മോചിപ്പിക്കും. പകൽ മുഴുവൻ ജോലി ചെയ്ത് രാത്രി അതിക്ഷീണത്തോടുകൂടി കിടന്നുറങ്ങിയവരായ ഗോകുലവാസികളെ മുഴുവനായി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും. ഭഗവാന്റെ കർമ്മങ്ങൾ ആശ്ചര്യം തന്നെ. യജ്ഞം നടത്താത്ത ഗോകുലവാസികളെ നശിപ്പിക്കാനായി ഇന്ദ്രൻ അതികഠിനമായി പേമാരി ചൊരിയും. ആ സമയത്ത് ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ അനായാസേന ഒറ്റക്കൈയിൽ ഉയർത്തിപ്പിടിച്ച് 7 ദിവസം നിന്ന് ഗോകുലവാസികളെയെല്ലാം രക്ഷിക്കും. നിലാവുള്ള രാത്രിയിൽ രാസലീലയ്ക്കായി വൃന്ദാവനത്തിലെത്തുന്ന ഗോപസ്ത്രീകളെ ഉപദ്രവിക്കുന്ന കുബേരഭൃത്യനായ ശംഖചൂഡന്റെ ശിരസ് ഭഗവാൻ കൃഷ്ണൻ ഛേദിച്ചു കളയും. പ്രലംഭൻ, ധേനുകൻ, ബകൻ, കേശി, അരിഷ്ടൻ, ചാണൂരൻ, കംസൻ, കാലയവനൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ, കുവലയാപീഠം, ശാല്വൻ, ബെല്വലൻ, ദന്തവക്ത്രൻ, ദ്വിവിധൻ, നഗ്നജിത്തിൻ്റെ 7 കാളക്കൂറ്റന്മാർ, ശംബരൻ, വിദൂരഥൻ, രുക്മി തുടങ്ങിയവരെയെല്ലാം ഭഗവാൻ കൃഷ്ണൻ വധിച്ചു കളയും. യുദ്ധവീരന്മാരായ കാംബോജർ, വിരാടന്മാർ, കൗരവർ, കേകയർ, സൃഞ്ജയർ തുടങ്ങിയവരും ബലരാമൻ, ഭീമസേനൻ, അർജുനൻ തുടങ്ങിയ വ്യാജനാമങ്ങളോടുകൂടിയ ശ്രീഹരി നിമിത്തം സാധാരണക്കാർക്ക് ദർശനീയമല്ലാത്ത വൈകുണ്ഠത്തെ പ്രാപിക്കും. കലിയുഗം ആരംഭിക്കുന്നതോടുകൂടി ജനങ്ങൾ പ്രായണ അല്പബുദ്ധിയോടും അല്പായുസ്സോടും കൂടിയവരായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ സത്യവതീസുതനായ കൃഷ്ണദ്വൈപായനായി അവതരിച്ച് വേദവൃക്ഷത്തെ നിരവധി ശാഖകളാക്കി വിഭജിക്കും. ദേവശത്രുക്കളും വേദമാർഗനിഷ്ഠിതരും മയനിർമ്മിതമായ പുരികളിൽ വസിച്ച് ജനങ്ങളെ ഹനിക്കുന്നവരുമായവരെ നശിപ്പിക്കാനായി ഭഗവാൻ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതും പ്രലോഭിപ്പിക്കുന്നതുമായ വേഷം ധരിച്ച് നാനാവിധ പാഷണ്ഡധർമ്മങ്ങളെ ഉപദേശിക്കും. ഇത് ബുദ്ധാവതാരത്തെ സൂചിപ്പിക്കുന്നതാണ്. യുഗാന്ത്യത്തിൽ ഭഗവത് കഥകൾ സജ്ജനങ്ങളുടെ ആലയങ്ങളിൽ പോലും ഇല്ലാതാക്കുകയും ത്രൈവർണികൾ വേദനിന്ദകരായും വൃഷലന്മാർ ഭരണാധികാരികളായും സ്വാഹ, സ്വധ, വഷഡ് എന്നീ ശബ്ദങ്ങൾ പോലും ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ കലിയുടെ ശാസകനായി ഭഗവാൻ കൽക്കിയായി അവതരിക്കും. സൃഷ്ടി സമയത്തുള്ള തപസ്വിയായ ഞാനും 9 ഋഷിമാരും പ്രജാപതിമാരും സ്ഥിതി സമയത്തുള്ള ധർമ്മം, യജ്ഞം, മനുക്കൾ, നൃപന്മാർ, ദേവന്മാർ തുടങ്ങിയവരും സംഹാര സമയത്തുള്ള അധർമ്മം, രുദ്രൻ, സർപ്പങ്ങൾ മുതലായവരും ഭഗവാന്റെ മായാവിഭൂതികൾ തന്നെയാകുന്നു. വിദ്വാനായ ഒരാൾക്ക് ഭൂമിയിലുള്ള പൊടിപടലങ്ങളുടെ എണ്ണം ഇത്രയെന്ന് പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ വിഷ്ണുവിൻ്റെ ഗുണഗണങ്ങൾ ഇത്രയെന്ന് ഗണിക്കുവാൻ ആർക്കു കഴിയും? ആർക്കും തടുക്കാൻ കഴിയാത്ത വേഗതയോടുകൂടിയ ഭഗവാൻ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ മുതൽ സത്യലോകം വരെയുള്ള സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ ആകമാനം ധരിച്ചു നിൽക്കുന്നു. സഹസ്രശീർഷനായ ആദിശേഷന് പോലും ഭഗവാന്റെ ഗുണഗണങ്ങളെ ആലപിച്ച് മറുകര കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ പുരുഷോത്തമൻ്റെ മായയുടെ പരിധി എനിക്കോ ഭവാനോ സനകാദി മുനികൾക്കോ പോലും അറിയാൻ കഴിയില്ല. ആ സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? എന്നിരുന്നാലും നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഭഗവത് ചരണങ്ങളെ ശരണം പ്രാപിച്ചവർക്ക് ഭഗവാന്റെ മായയെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യുവാൻ കഴിയുന്നു. ഈ ശരീരം പട്ടിക്കും കുറുക്കനും തിന്നുവാനുള്ളതാണെന്നുള്ള വിവേകമുദിച്ചവരായ ആ പുണ്യാത്മാക്കൾ എൻ്റേതെന്നും ഞാനെന്നുമുള്ള ബുദ്ധി വെടിഞ്ഞവരുമാകുന്നു. പരമപുരുഷോത്തമനായ ഭഗവാന്റെ യോഗമായയെക്കുറിച്ച് ഒരു പരിധിവരെ ഞാനും ഭവാനും ശിവനും പ്രഹ്ലാദനും സ്വയംഭുവമനുവും അദ്ദേഹത്തിൻ്റെ പത്നിയും പുത്രന്മാരും പ്രാചീന ബർഹിസും ഋഭുവും അങ്കനും ധ്രുവനുമൊക്കെ അറിയുന്നു. ഇക്ഷ്വാകു, ഇളാപുത്രനായ പുരൂരവസ്, മുജുകുന്ദൻ, വിദേഹൻ, ഗാധി, രഘു, അംബരീഷൻ, സഗരൻ, ഗയൻ, മാന്ധാതാവ്, യയാതി, അലർക്കൻ, ശതധന്വാവ്, അനു, രന്തിദേവൻ, ദേവവ്രതൻ അതായത് ഭീഷ്മർ, ബലി, അമൂർത്തരയൻ, ദിലീപൻ, സൗരഭി, ഉദങ്കൻ, ശിബി, ദേവലൻ, പിപ്പലാദൻ, സാരസ്വതൻ, ഉദ്ധവർ, പരാശരൻ, ഭൂരിഷേണൻ, വിഭീഷണൻ, ഹനുമാൻ, ശ്രീശുകൻ, പാണ്ഡവർ,
ആഷ്ടിഷേണൻ, വിതുരർ, ശ്രുതദേവൻ തുടങ്ങിയ അന്യ ചിലരും ഭഗവാന്റെ യോഗമായയെക്കുറിച്ച് അറിയുന്നു. ഭഗവത് ഭക്തരായവർ പാപകർമ്മ നിരതരോ, സ്ത്രീകളോ, ശൂദ്രരോ, ഹൂണരോ, കിരാതന്മാരോ, പക്ഷിമൃഗാദികളോ കൂടിയാണെങ്കിൽ പോലും ഭഗവാന്റെ മായയെ അറിയുവാൻ ശക്തരാവുകയും അതിനെ തരണം ചെയ്യുകയും ചെയ്യുന്നു. ആ നിലയ്ക്ക് ഭഗവാനെ നിരന്തരം ഉപാസിക്കുന്നവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഋഷിമാർ ബ്രഹ്മമെന്ന് അറിയുന്നത് യാതൊന്നാണോ അതുതന്നെയാണ് ഭഗവാന്റെ പദം. അത് പ്രശാന്തവും നിത്യവും ആനന്ദം നിറഞ്ഞതും ശോഹരഹിതവും ശുദ്ധവും ദ്വന്ദ്വരഹിതവും സർവ്വതിനും അഭയസ്ഥാനമായി വർത്തിക്കുന്നതും ജ്ഞാനസ്വരൂപവും ആത്മസ്വരൂപവും സതസത്തുക്കളിൽ നിന്നുപരിയായി വർത്തിക്കുന്നതും ആകുന്നു. കാരകം, ക്രിയ മുതലായവയുടെ സഹായത്താൽ പ്രയോഗിക്കുന്ന വേദശബ്ദം പോലും വിഷ്ണുപദത്തെ നിർവചിക്കുവാൻ സമർത്ഥമായി തീരുന്നില്ല. മായ പോലും ഭഗവാനെ അഭിമുഖീകരിക്കുവാൻ മടിച്ച് പലായനം ചെയ്യുന്നു. വൃഷ്ണിനാഥനായ ഇന്ദ്രൻ കിണർ കുഴിക്കുന്നതിനായ ഉപകരണത്തെ എന്ന പോലെ, അഥവാ കിണർ കുഴിച്ച് ധാരാളം ജലം ലഭിച്ചവൻ കിണർ കുഴിക്കുന്നതിനുള്ള ഉപകരണത്തെ ഉപേക്ഷിച്ചതുപോലെ വിഷ്ണുപദം പ്രാപിച്ച യോഗികൾ സാധനകളെ വെടിയുന്നു. സർവ ജഗത്തും യാതൊരാളിൽ നിന്നാണോ ഉത്ഭവിച്ചത് അങ്ങനെയുള്ള ഭഗവാൻ തന്നെയാണ് സർവ ശ്രേയസ്സിനും നിദാനമായി വർത്തിക്കുന്നത്. ധാതുക്കൾ കൊണ്ട് നിർമ്മിതമായ ശരീരം നശിച്ചാലും ആകാശം നശിക്കാത്തതുപോലെ ഭഗവാൻ മാത്രം നിത്യമായി നിലനിൽക്കുന്നു. വിശ്വത്തിൻ്റെ കാരണനായ ഭഗവാനെക്കുറിച്ച് ഞാൻ ചുരുക്കി പറഞ്ഞു തന്നിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് അന്യമായി യാതൊരുവിധ കാര്യമോ കാരണമോ സ്ഥിതി ചെയ്യുന്നില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാനതെല്ലാം ഭവാന് ഉപദേശിച്ചിരിക്കുന്നു. ഭവാൻ ഈ ഐശ്വര്യ സംഗ്രഹമായ ഭാഗവതത്തെ വിസ്തരിച്ചാലും ജഗദീശ്വരനായ ശ്രീഹരിയിൽ മനുഷ്യർക്ക് ഭക്തി ഉണ്ടാകുന്ന വിധത്തിലായിരിക്കണം ഭവാന്റെ ഭാഗവത വിസ്താരം. ഭഗവാന്റെ ഈ ലീലകൾ വർണ്ണിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നവർ മായാമോഹിതരായിത്തീരുകയില്ല. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ ബ്രഹ്മനാരദ സംവാദേ സപ്തമോധ്യായ. അങ്ങനെ 7-ാം അധ്യായം സമാപിച്ചു. ഇനി 8-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.